ക്രീമി കാഷ്യൂ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം. അതിനായി 1.5 കിലോ ചിക്കൻ, 1.600 ഉണ്ടായിരുന്നു. 1.5 കിലോ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ 1.5 കിലോ ചിക്കനുണ്ട്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: ഒരു 1/4 കപ്പ് കാഷ്യൂ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ഒരു 5 പച്ചമുളക് കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില, വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് ചൂടുവെള്ളം, പിന്നെ മസാലപ്പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി. പിന്നെ ലാസ്റ്റ് ചേർക്കുന്നതിനായി ക്രീം. ലാസ്റ്റ് നമുക്ക് ചേർക്കാം. പിന്നെ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. അതിലേക്ക് നമുക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ചെറുതായി വഴഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴലട്ടെ. ഒന്ന് തുറക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴല് കിട്ടട്ടെ. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. തക്കാളിയൊക്കെ വഴലുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്യൂ പേസ്റ്റ് ആക്കി എടുക്കാം. ജാറെടുത്ത് നമുക്ക് കാഷ്യൂ അതിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. കാഷ്യൂ ഒക്കെ അരച്ച പേസ്റ്റ് എടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് അരച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് പേസ്റ്റായി അരച്ചത്. ഇടയ്ക്ക് പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തക്കാളിയെല്ലാം നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. നമുക്കത് സൈഡിലോട്ട് ആക്കിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നമുക്ക് ചിക്കൻ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് മസാല കൂടുതൽ ചേർക്കുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം എല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കാം. മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചിക്കൻ ചേർക്കാം. അതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഈ സമയം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന വരെ ഒന്ന് വേവിക്കും. ഒന്ന് തുറക്കാം.
ചിക്കനൊക്കെ നല്ലതുപോലെ തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർക്കാം, ഒരു അര ഗ്ലാസ്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ച് വയ്ക്കാം. എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വേവിക്കാം, മീഡിയം ഫ്ലെയിമിൽ. വേവിച്ചെടുക്കാം. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. ഇപ്പോൾ നമുക്ക് കാഷ്യൂ പേസ്റ്റ് ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. അടപ്പൊന്ന് തുറക്കാം. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. സമയം നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്ത് നമുക്ക് ക്രീം ഓഫ് ചെയ്യാം. ക്രീം നമുക്ക് ഒന്ന് തണുത്ത ശേഷം ചേർക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണും. താങ്ക് യു. ഇനി ഇതൊന്ന് വറ്റട്ടെ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ക്രീമി കാഷ്യൂ ചിക്കൻ ഗ്രേവി റെഡി. ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഈ ക്രീം ചേർക്കാം. ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ചേർക്കാം. തണുക്കുന്നതിന് നമുക്ക് അടച്ചു വയ്ക്കാം. തുറക്കാം. കറിയൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്രീം ചേർക്കാം. ക്രീം ചേർത്ത് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വയ്ക്കാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റിയായ ക്രീമി കാഷ്യൂ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിൽ മാറ്റാം. ഇതിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ക്രീമി കാഷ്യൂ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. Creamy cashew chicken gravy ready.